المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بأبها. الحمد لله وحده والصلاة والسلام على رسول الله وعلى آله وصحابته أجمعين أما بعد اتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരാധനകളെല്ലാം അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആരാധനകളിൽ ശ്രേഷ്ഠമായ ഒരു ആരാധനാ കർമ്മമാണ് അദ്ദുആ അഥവാ പ്രാർത്ഥന എന്നുള്ളത്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അതെടുത്തു പറഞ്ഞത്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ വചനം ഇപ്രകാരം പാരായണം ചെയ്യുകയും ചെയ്തു. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന്. എന്നോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ അഹങ്കാരികളായി ആര് പിന്തിരിഞ്ഞു പോകുന്നുവോ അവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. സഹോദരങ്ങളെ, സമാനമായ ധാരാളം ആയത്തുകൾ നമുക്ക് വേറെയും കാണാൻ സാധിക്കും. സൂറത്തുൽ ജിന്നിൻ്റെ 20-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. നബിയെ പറയുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ യാതൊരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന്. ഇതിൽ നിന്നൊക്കെ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാവും, പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന്. നമുക്കറിയാം, മുൻകഴിഞ്ഞുപോയ മുഴുവൻ നബിമാരും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മാത്രമാണ്. മഹാനായ അബുൽ ബഷർ എന്നറിയപ്പെടുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോടായിട്ട് തേടി. അദ്ദേഹത്തിൽ നിന്ന് ഒരു അപാകത വന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബന ളലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കുഞ്ഞിനെ കിട്ടാതിരുന്നപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. വിജ്ഞാനത്തിനു വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. അതേപോലെ തന്നെ മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ് ദ്വാലിമീൻ. അതുപോലെ രോഗം മൂർച്ഛിച്ചപ്പോൾ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ അള്ളാഹുവിനോട് മാത്രമായിരുന്നു. അതേപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകൾ, പള്ളിയിലേക്ക് കയറുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിത്. എല്ലാ പ്രാർത്ഥനയും അള്ളാഹുവിനോട് മാത്രമായിരുന്നു. നിഷ്പക്ഷമായിട്ട് നമുക്കും ചിന്തിക്കാം സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവിനോട് മാത്രമായിരുന്നുവെന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവിനോട് മാത്രമായിരുന്നുവെന്ന്. അതേപോലെ തന്നെ ഇസ്ലാം നമുക്ക് ഒരിക്കലും പഠിപ്പിച്ചു തരാത്ത മറ്റൊരു കാര്യമാണ് മഹാന്മാരുടെ, അതല്ലെങ്കിൽ അമ്പിയാക്കന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടുന്ന ഒരു സമ്പ്രദായം. ഇതും സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയായി പഠിപ്പിച്ചു തരാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതെല്ലാം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുക. നാഥൻ നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ونحمل هم هذه الجاليات
بآيات الكتاب البينات، بها كم أبصروا سبل النجاة، فضجوا بالشهادة ناطقين، فضجوا بالشهادة ناطقين.